ഹായ് ഇറ്റ്സ് മീ സിറ്റ്ലാക്സ് ഇത് ലക്ഷ്മി. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൗണിനകത്ത് നമ്മളൊരു ഷോൾഡറിന്റെ പോർഷനിലും നെക്കിന്റെ പോർഷനിലും ഒക്കെ ആയിട്ട്, അതായത് സ്ലീവിന്റെ എൽബോ സ്ലീവ് ആണ്, ആ സ്ലീവിന്റെ പോർഷനിലൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഹാൻഡ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അത് ആര്യ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫ്രെയിമിനകത്ത് ഇട്ടിട്ട് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്, അതിന്റെ പ്രോസസ്സ് എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ പാറ്റേൺ ചെയ്യുന്നതിന്റെ, അതേപോലെ തന്നെ പാറ്റേൺ അതിനകത്തൊരു മാർക്ക് ചെയ്യുന്നതിന്റെ, അങ്ങനെയുള്ള പ്രോസസ്സ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു വീഡിയോയിൽ കാണിക്കുകയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഹാൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സിൽക്ക് മെറ്റീരിയലാണ്. ഞാൻ ഈ സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഈ സിൽക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഗൗണിൻ്റെ യോക്ക് പോർഷനാണ്. താഴേക്ക് ഒരു ഫ്ലോയി ആയി കിടക്കുന്ന ഒരു ജോർജറ്റിൻ്റെ പോലത്തെ മെറ്റീരിയലാണ് വരുന്നത്. യോക്ക് പോർഷനിലേക്ക് നമ്മൾ ഈ സിൽക്ക് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സിൽക്ക് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ്, സിൽക്ക് മെറ്റീരിയൽ എന്നല്ല ഏത് മെറ്റീരിയലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിന് രണ്ട് സൈഡും ഇതേപോലെ ഫോൾഡ് ചെയ്ത് അടിക്കണം, ഇല്ലെങ്കിൽ നൂല് എഴുന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്. ഈ മെറ്റീരിയൽ നല്ല വശം ഉണ്ടല്ലോ, ആ നല്ല വശം ഇങ്ങനെ മുകളിലോട്ട് വരുന്ന പോലെ ഞാൻ ഈ ഫ്രെയിമിൽ സെറ്റ് ചെയ്യുകയാണ്. ഈ ഫ്രെയിം നമുക്ക് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്ന ഫ്രെയിമാണ്. ഓൺലൈനിലും അതേപോലെ തന്നെ ഇൻസ്റ്റാ പേജുകളിലൊക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏതാണ് ആവശ്യം, നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് ഇതേപോലത്തെ ഒരു ഫ്രെയിം പർച്ചേസ് ചെയ്യുക. തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫ്രെയിം മേടിച്ചാലും മതി. അപ്പോൾ ആദ്യം ഒന്ന് ഹാൻഡ് വർക്കൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതേ മെറ്റീരിയൽ എടുത്തിട്ട് നല്ല കറക്റ്റായിട്ടൊന്ന് നമ്മുടെ ഫ്രെയിമിനകത്ത് കൊള്ളുന്ന പോലെ, നമുക്ക് ഏത് പൊസിഷനിലാണ് കട്ട് ചെയ്യുന്ന കട്ടിങ് രീതിയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ചുമ്മാ ഏതെങ്കിലും സെൻറ്റർ ഭാഗത്തൊന്നും നമ്മൾ ഒന്ന് പാറ്റേൺ മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യുന്നത് അത് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അതിനുശേഷം നമ്മളത് ആ ഒരു ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് ഭാഗം വരുന്ന എവിടെയാണോ അവിടെ നമ്മൾ ഈ ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ, ഫ്രെയിമിൽ സെറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഫ്രെയിമിനകത്തോട്ട് ഈ ക്ലോത്ത് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതേപോലത്തെ ക്ലിപ്പുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ആ ക്ലിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇടയ്ക്കിടയ്ക്ക് ലൂസായി നമ്മൾ കുറേ നേരം ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ലൂസായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് വേറെ തയ്ച്ച് പിടിപ്പിക്കേണ്ടത്, നമ്മൾ വലിയ ഫ്രെയിമിലിടുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂചി നൂലും എടുത്ത് തയ്ച്ച് പിടിച്ച് ഫിറ്റ് ചെയ്ത് പിന്നെ അത് വലിച്ച് നീട്ടിയിട്ട് ആണിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര പണിയാണ് വരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഫ്രെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഏതൊരാൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഈ ബ്ലൗസൊക്കെ പോലത്തെ മെറ്റീരിയലും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതേപോലത്തെ യോക്ക് പോർഷൻ, പിള്ളേരുടെ ഡ്രസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ എംബ്രോയിഡറി ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇതെല്ലാം സെറ്റ് ചെയ്ത് ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേ പാറ്റേൺ ഓൾറെഡി പേപ്പറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, പ്രിൻസസ് കട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു പേപ്പർ പാറ്റേൺ ചെയ്യും. ഒന്നെങ്കിൽ പാറ്റേൺ ഷീറ്റിൽ ചെയ്യും, അല്ലെങ്കിൽ ഇതേപോലെ ന്യൂസ് പേപ്പറിൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതേപോലെ പാറ്റേൺ ഒക്കെ ചെയ്ത് വെച്ച് ആ പാറ്റേൺ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഇതിനകത്തോട്ട് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡാർക്ക് കളറായിട്ടുള്ള, ഇതിന് ഭയങ്കര കോൺട്രാസ്റ്റായി നിൽക്കുന്ന ചോക്കൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ചോക്കാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഏത് ചോക്ക് വേണമെങ്കിലോ അല്ലെങ്കിൽ മാർക്കർ വേണമെങ്കിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അയൺ ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന പെന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കംഫർട്ടബിളായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും പിടിക്കാനൊക്കെ പറ്റും. അതേപോലെ ടൈറ്റാക്കി വെക്കാനൊക്കെ പറ്റും കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് കട്ട് ബീഡ്സ് ആണ്. ഇതിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ കളറ് കട്ട് ബീഡ്സും വൈറ്റ് കളർ ബീഡ്സ്, അതേപോലെ തന്നെ ഗോൾഡൻ കളർ ബീഡ്സ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ്, അതായത് ഇതൊരു വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കസ്റ്റമറും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളർ മുകളിലേക്ക് കാണുന്ന പോലെ വേണം. അപ്പോൾ പ്ലെയിൻ ഗ്രീൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ താഴത്തെ സ്കേർട്ടിൻ്റെ ഗ്രീനിലോട്ട് മാച്ചായി പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതേപോലെ കുറച്ച് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വൈറ്റും ഗ്രീനും എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. വേറെ ബീഡ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഈ
കട്ട് ബീഡ്സ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബോക്സിനകത്തോട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ വയർ ത്രെഡ് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ചെറിയ നീഡിൽ, അതായത് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആര്യ വർക്കിൻ്റെ നീഡിൽ യൂസ് ചെയ്യുന്നത് ചെറുതെടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീഡ്സ് ഈ നീഡിലിനകത്ത് കയറുന്ന ടൈപ്പ് വേണം, അതേപോലെ നീളം കൂടിയത് വേണം. അതൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾ എങ്ങനത്തെ ഹാൻഡ് വർക്കാണോ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്കും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ രീതിയിലുള്ള ഒരു നീഡിലാണ് എടുത്തേക്കുന്നത്. കൂട്ട് കുറച്ചെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ അടുത്തത് മാറ്റി അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് ടൈം പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ചെണ്ണത്തിൽ ഓൾറെഡി ബീഡ്സ് കോർത്ത് വെക്കും. അതിനുശേഷം ആണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ തീരുമ്പോൾ ഇതേപോലെ ആരെങ്കിലും ഹെൽപ്പിനുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടും കൂടെ ചെയ്യിപ്പിക്കും, അവരത് ഫില്ല് ചെയ്ത് വെച്ചോളും. അപ്പോൾ ഇത് ഒരേപോലത്തെ ബീഡ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടി വരുന്നത്. എനിക്ക് കുറച്ച് ജലദോഷം, ചുമ, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. 1-2 ആഴ്ചത്തോളമായിട്ട് എനിക്ക് ജലദോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ, അതാട്ടോ സോറി. അപ്പോൾ ഹാൻഡ് വർക്ക് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാറ്റേൺ ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് പാറ്റേൺ ചെയ്തേക്കുന്നത് സീം എലവൻസ് ആഡ് ചെയ്തിട്ടാണ്, അതായത് നമ്മുടെ തയ്യൽ തുമ്പിൽ നമ്മൾ കഴുത്തിൻ്റെ അവിടെ വിട്ടിട്ടാണോ അതോ അതും കൂടെ ആഡ് ചെയ്തിട്ടാണോ പാറ്റേൺ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലരത് ആഡ് ചെയ്യാണ്ട് എടുക്കാറുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് പരമാവധി അല്ലാത്ത രീതിയിൽ നോർമലി പാറ്റേൺ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ നമ്മുടെ ആ സ്റ്റിച്ച് വരുന്ന ഭാഗം എവിടെയാണോ അവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് അതിന് താഴോട്ട് മാത്രം ഹാൻഡ് വർക്ക് കൊടുക്കുക. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആര്യ വർക്കും കൂടി ആകുമ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ബീഡ്സ് പൊട്ടിപ്പോവും. അതേപോലെ തന്നെ ബീഡ്സ് സൂചി പൊട്ടാൻ ചാൻസ് ഉണ്ട് ഈ ബീഡ്സിൽ കൊണ്ടിട്ട്. അതേപോലെ തന്നെ ഈ ബീഡ്സിൻ്റെ ബീഡ്സ് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ത്രെഡ് വന്ന് നിൽക്കത്തില്ലേ, ആ ത്രെഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണത്തെ പിടിച്ച് ചിലപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തത് മുഴുവൻ, അതായത് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തത് മുഴുവൻ അഴിഞ്ഞു പോരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക പരമാവധി. ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇതേപോലെ മാർക്ക് ചെയ്യുക. സീമല ഷോൾഡറിൻ്റെ ഭാഗം, കഴുത്തിൻ്റെ ഭാഗം, അതേപോലെ ഈ പ്രിൻസസ് കട്ടിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ജോയിൻ ചെയ്യില്ലേ, ആ ഒരു ഭാഗം, പ്രിൻസസ് ലൈൻ വരുന്ന ഭാഗം, ഇവിടെയൊക്കെ നമുക്ക് സ്റ്റിച്ചസ് കൊടുക്കേണ്ട ഭാഗമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ഉള്ളിലേക്ക് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ലൈൻസ് കൊടുത്തിട്ട് അതിനകത്ത് അതിൻ്റെ ഉൾഭാഗത്ത് നിൽക്കുന്ന പോലെ നിങ്ങൾ ഹാൻഡ് വർക്ക് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീഡ്സ് നമ്മളിങ്ങനെ ഓരോന്നും പെറുക്കി ഇങ്ങനെ മിക്സ് ചെയ്ത്, അതായത് ബീഡ്സ് ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കളർ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബീഡ്സും സെപ്പറേറ്റ് ആയിട്ട് 1-2 ഗ്രീൻ കോർത്തു, 2 ലൈറ്റ് ഗ്രീൻ കോർത്തു, പിന്നെ വൈറ്റ് കോർത്തു, ഷുഗർ ബീഡ് എടുത്തു, അങ്ങനെ കോർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നീഡിൽ ഈ ബീഡ്സ് എടുക്കുന്ന ബോക്സിനകത്ത് ഇട്ടിട്ട് അങ്ങ് ഷഫിൾ ചെയ്തിട്ട് ആ രീതിയിൽ തന്നെ കോർത്തെടുക്കുക. 2-3 ഒരേ കളറൊക്കെ ചിലപ്പോൾ അടുത്ത് വരും, പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം അത്യാവശ്യം നല്ല തിക്നെസ്സിൽ കൊടുത്തിട്ട് താഴേക്ക് നെക്കിൻ്റെ ഭാഗത്തേക്കും നമ്മുടെ ബെസ്റ്റ് പോർഷനിലോട്ട് വരുന്ന ഭാഗത്തേക്കുമായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് വിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നല്ല തിക്നെസ് അതിങ്ങനെ കുറഞ്ഞ് സ്പ്രെഡിങ് ചെറുതായിട്ട് വന്ന് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു 1 ഇഞ്ച് ഒക്കെ ആയിട്ട് സ്പ്രെഡിങ് വരുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പലരും പല രീതിയിലായിരിക്കും പാറ്റേൺ ചെയ്യുന്നത്, പല രീതിയിലായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പാറ്റേൺ എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യേണ്ടത്. ഹാൻഡ് വർക്ക് ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന രീതിയും അതേപോലെ ഞാൻ ചെയ്യുന്നത് ഏത് പാറ്റേൺ എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നത്, അതേപോലെ അങ്ങനെ ഓരോന്നൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡിസൈനോ കാര്യങ്ങളോ ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൽ ഞാൻ ഡിസൈൻ ചെയ്യും. ത്രെഡ് വർക്ക് ആണെങ്കിലും അതേപോലെ തന്നെ ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൾറെഡി നമ്മൾ പാറ്റേണിൽ ഒന്നെങ്കിൽ മാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ക്ലോത്തിലോട്ട് ഡയറക്റ്റ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ പാറ്റേണിൽ മാർക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ക്ലോത്തിലോട്ട് അതൊന്ന് ട്രേസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പം ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ത്രെഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വയർ ത്രെഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി എനിക്ക്. കാരണം ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നോർമൽ ത്രെഡും സിൽക്ക് ത്രെഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകും, അതുകൊണ്ട് അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് ഉണ്ടല്ലോ, സാധാരണ തയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ത്രെഡ്, അത് വെച്ച് ചെയ്യുമായിരുന്നു സെയിം കളർ തന്നെ. പക്ഷേ അതിനെക്കാട്ടും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഈ ഒരു വയർ ത്രെഡാണ്. ഈ വയർ ത്രെഡ് വെച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ
നല്ല ടൈറ്റായിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ലോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല പക്കയായിട്ട് ലോക്കായിട്ട് ഇരുന്നോളും. അപ്പോൾ ആ ത്രെഡ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വയർ ത്രെഡ് ചെയ്താൽ കുറച്ച് അടിപൊളിയായിരിക്കും. പക്ഷേ അത് നോർമൽ നീഡിലിൽ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഈ ആര്യ വർക്കിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ യോക്ക് പോർഷനിലെ വർക്ക് നമുക്ക് ദേ ഒന്ന് അടിപൊളിയായിട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യാനുള്ളത്. സ്ലീവിനകത്തൊരു 1 ഇഞ്ച് ഇതേപോലെ 1 ഇഞ്ച് തിക്നെസ്സിലും പിന്നെ അങ്ങോട്ട് സ്പ്രെഡിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ഫിനിഷ് ചെയ്ത ശേഷം നമ്മുടെ ഗൗണിൻ്റെ ലുക്ക് വരുന്നത്. സിൽക്ക് മെറ്റീരിയലാണ് മുകളിലേക്ക് വരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അയൺ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ സ്റ്റീം അയൺ കൊടുക്കുക. അപ്പോൾ സ്റ്റീം മാത്രം കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജോയിൻ ചെയ്യുന്ന ഭാഗത്തൊക്കെ ചിലപ്പം ചെറിയ ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പിലൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് എന്താ പറയുക ഹാൻഡ് വർക്ക് ആയിട്ട് തന്നെ ത്രെഡ് എടുത്തിട്ട് നോർമലി നീഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഭയങ്കര എക്സ്പേർട്ടായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് എന്താ പറയുക തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഗൗണിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ആര്യ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ എംബ്രോയിഡറി ചെയ്യാനോ ഹാൻഡ് വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കമൻറ്റ്സ്, അതായത് ഇനി എന്തെങ്കിലും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്യൂട്ടോറിയൽ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള സജഷനോ അതേപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.